ചില റെസിപ്പീസ് കാണുമ്പം നമ്മുടെ മനസ്സിലുള്ളൊരു അളവ് വെച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വാരി കൂട്ടിയിട്ട് എന്തെങ്കിലും റെസിപ്പികൾ ചെയ്യുന്ന ഒരു സ്വഭാവങ്ങൾക്കുണ്ടാവും. എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് കേട്ടോ സത്യം. അങ്ങനെ പണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത്ര ഫ്ലോപ്പ് ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു ഇട്ടത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പക്ക ആക്കിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. എന്താവുമെന്ന് നമുക്ക് നോക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മെഷർമെൻറ്റും കാര്യങ്ങളും മാത്രമല്ല നമ്മുടേതായ രീതിയിലൊരു പരീക്ഷണം കൂടി നടത്താമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയിലൊക്കെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാണ് അത് ബേക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു പാത്രത്തിലും കൂടി സെറ്റാക്കിയിട്ട് അങ്ങനെ വെള്ളത്തിലല്ലാണ്ട് ബേക്ക് ചെയ്ത് എന്ത് സംഭവിക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ദേ ഇങ്ങനെ ഇരിക്കുന്നു സംഭവം. നമ്മുടെ മറ്റേ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയെന്നും. ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളൊരു ബോർഡ് വെക്കണം. കാരണം അത്ര സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആണ് കേട്ടോ. പരീക്ഷിച്ച കേക്ക് കാണാനൊരു കോലമില്ലെങ്കിലും കഴിക്കാൻ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ.